Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു യൂറോ ട്രക്ക് കളിക്കാനുള്ള പെഡൽസിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബേസിക്കലി അതിന്റെ കണക്ഷനും ബാക്കി പ്രൊസീജിയേഴ്സും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യത്തെ പാർട്ട് കാണാതെയാണ് ഈ പാർട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഐകാർഡായിട്ടും വീഡിയോ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഫസ്റ്റ് പാർട്ട് കാണുക. അതിനുശേഷം ഈ ഒരു പാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതായിരിക്കും. സോ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിവിടെ ഞാൻ ഈ സിറിഞ്ച് യൂസ് ചെയ്തതിന് പകരം ഇതിനുള്ളിലൊരു സ്പ്രിങ് ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഈ സിറിഞ്ചിൻ്റെ ഉള്ളിലൊരു നല്ല സ്പ്രിങ് ഇടാം, അല്ലെങ്കിൽ ഒരു സ്പ്രിങ് യൂസ് ചെയ്ത് ഡയറക്റ്റ് കണക്ട് ചെയ്താലും മതി. സ്പ്രിങ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫീഡ്ബാക്ക് മെക്കാനിസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പെഡൽസും പൊട്ടൻഷ്യോമീറ്ററുകളും തമ്മിൽ ബന്ധിപ്പിക്കണം. നമ്മൾ പെഡൽസ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യോമീറ്റർ അതിനനുസരിച്ച് അനങ്ങണം. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം കാർഡ്ബോർഡോ അല്ലെങ്കിൽ ചെറിയ കഷ്ണം പ്ലൈവുഡോ എടുക്കുക. ഇത്തരത്തിൽ 3 പീസ് നമുക്ക് ആവശ്യമുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വലിയ ഹോളും ഒരു ചെറിയ ഹോളും ഈ കാർഡ്ബോർഡിൽ ഇടുക. ഈ വലിയ ഹോള് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ളതായിരിക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ 3 പൊട്ടൻഷ്യോമീറ്ററുകളിലും ഇത്തരത്തിൽ 3 പീസ് കാർഡ്ബോർഡുകൾ നമുക്ക് ഫിക്സ് ചെയ്യണം. ഈ കാർഡ്ബോർഡുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബും അതനുസരിച്ച് തിരിയുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് 3 പീസ് ചെറിയ കമ്പി വേണം. ഞാനിവിടെ സർവീസ് ഗേജ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുടയുടെ കമ്പിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഈ കമ്പി കയറുന്ന അളവിൽ നമ്മുടെ പെഡൽസിൽ ഓരോ ഹോളുകൾ വീതം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഓരോ ഹോളുകൾ നമ്മുടെ പെഡൽസിൽ ഇട്ട് കൊടുക്കുക. ഇനി ആ ഓരോ ഹോളുകളിലേക്കും നമ്മുടെ ആ ഒരു കമ്പി കയറ്റി വെച്ച് കൊടുക്കാം. ആ ഒരു കമ്പി ഫ്രീ ആയിട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഇത് നമുക്ക് ഈ ഒരു കമ്പി നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസും പിന്നീട് ഒരു 2 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഇനി ചെയ്യേണ്ടത് ഈ പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് ഊരിയിട്ട് ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബ് അതിൻ്റെ ഡെഡ് എൻഡിലായിട്ട് കൊണ്ടുവെക്കുക. ആ ഒരു നോബ് ഡെഡ് എൻഡിലേക്ക് കൊണ്ടുവച്ച ശേഷം നമുക്ക് ആ കാർഡ്ബോർഡ് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പെഡൽസിൽ കൊടുത്ത ആ ഒരു കമ്പിയുടെ മറ്റൊരു എൻഡ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ചെറിയ ഹോളിലേക്കും കൂടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ഒരു പെഡൽസ് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബും അതിനനുസരിച്ച് ടേൺ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ 3 പൊട്ടൻഷ്യോമീറ്ററുകളും 3 പെഡൽസുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു മെക്കാനിസം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മൾ ഈ ഒരു പെഡൽസ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബിലും അതിനനുസരിച്ചുള്ളൊരു സിഗ്നൽ വേരിയേഷൻ വരുന്നുണ്ട്. ഈ ഒരു സിഗ്നൽ വേരിയേഷൻ വരാതിരിക്കാനാണ് ഞാൻ ആ ഒരു ഡെഡ് എൻഡിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ പെഡൽസ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ നോബ് ഡെഡ് എൻഡിലായിരിക്കണം. ഇപ്പോൾ നമ്മുടെ പെഡൽസും പൊട്ടൻഷ്യോമീറ്ററും തമ്മിൽ നമ്മൾ ബന്ധിച്ചു. ഇനി ചെയ്യാനുള്ളത് ഈ പൊട്ടൻഷ്യോമീറ്ററുകളെ നമ്മുടെ ജോയിസ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്യണം. ആദ്യം തന്നെ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 3 ലീഡിലും ഓരോ വയറുകൾ വീതം നമുക്ക് സോൾഡർ ചെയ്യണം. ഇത്തരത്തിൽ 3 പൊട്ടൻഷ്യോമീറ്ററിലും 3 വയർ വീതം സോൾഡർ ചെയ്യുക. ഇനി നമുക്കൊരു ജോയിസ്റ്റിക്ക് വേണം. എൻ്റെ ഇതിപ്പം പുതിയ ജോയിസ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴയ ഒരു ജോയിസ്റ്റിക്ക് വെച്ച് നിങ്ങളെ ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഇത്തരത്തിൽ ജോയിസ്റ്റിക്കുള്ള ഗെയിം പാഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവും. ഇതിൻ്റെ ഓരോ ജോയിസ്റ്റിക്കിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 3 പോയിന്റുകൾ വീതമുള്ള ഓരോ സോൾഡറുകൾ കാണാൻ സാധിക്കും. ഈ സോൾഡറിൻ്റെ നേരെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു പൊട്ടൻഷ്യോമീറ്ററുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോർഡിൽ നിന്ന് ഈ ചെറിയ പൊട്ടൻഷ്യോമീറ്ററുകൾ ഇതിൽ നിന്ന് ഡീസോൾഡർ ചെയ്ത് മാറ്റുക. ഈ പൊട്ടൻഷ്യോമീറ്ററും നമ്മുടെ പെഡൽസിൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ഒരുമിച്ച് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിൽ സിഗ്നലിൻ്റെ വേരിയേഷൻ വരും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പൊട്ടൻഷ്യോമീറ്ററുകൾ റിമൂവ് ചെയ്യാൻ പറയുന്നത്. ഇത്തരത്തിൽ എല്ലാ പൊട്ടൻഷ്യോമീറ്ററുകളും നമുക്ക് റിമൂവ് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പെഡൽസിലെ ഓരോ പൊട്ടൻഷ്യോമീറ്ററും നേരത്തെ നമ്മൾ ഊരി മാറ്റിയ പൊട്ടൻഷ്യോമീറ്ററുകളുടെ സ്ഥാനത്തായിട്ട് സോൾഡർ ചെയ്യാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലീഡിലേക്കും സെക്കൻഡ് ലീഡിലേക്കും തേർഡ് ലീഡ്. അതായത് നമ്മുടെ ചെറിയ പൊട്ടൻഷ്യോമീറ്ററുകൾ ഇരുന്ന അതേ ഒരു അലൈൻമെൻറ്റിൽ തന്നെ നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്ററുകളും കൂടെ സോൾഡർ ചെയ്യണം. ഇത്തരത്തിൽ 3 പൊട്ടൻഷ്യോമീറ്ററുകളും നമ്മുടെ ഈ ഒരു ഗെയിം പാഡിലേക്ക് ജോയിൻ ചെയ്യുക. ഇത്തരത്തിൽ 3 പൊട്ടൻഷ്യോമീറ്ററുകളും സോൾഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഗെയിം പാഡിൻ്റെ USB എടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USB ഗെയിം പാഡ് എന്നുള്ള ഓപ്ഷനിൽ ഗെയിമിൽ ഈ ഒരു ഡിവൈസ് കാണാൻ സാധിക്കും. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് അതിലെ കൺട്രോൾസിലേക്ക് പോവുക. കൺട്രോൾസിലേക്ക് പോകുമ്പോൾ ഗെയിം പാഡിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ആക്സിലേറ്റർ, ബ്രേക്ക് അതുപോലെ തന്നെ ക്ലച്ച് കൺട്രോൾ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം ആക്സിലേറ്റർ ചൂസ് ചെയ്തിട്ട് നമ്മുടെ ആക്സിലേറ്ററിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീഡിങ് മാറുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ബ്രേക്കും ക്ലച്ചും അസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത് കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും താഴെ തന്നെയുണ്ട്. സോ നമ്മളുടെ പെഡൽസിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് ഈ ഒരു കാലിബ്രേഷൻ സെറ്റ് ചെയ്യുക. സോ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പെഡൽസ് നമുക്ക് ഈ ഗെയിമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഇത്തരത്തിൽ നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത്. സോ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.